കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു നിന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹേസർ വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രവീണും പ്രണവും തമ്മിലുള്ള അവരുടെ ഫാമിലി വ്ളോഗും കാര്യങ്ങളെല്ലാം എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. എന്താ പറയുക, നിങ്ങൾ ഒരുപാട് കുറേ ദിവസമായിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാസം, കഴിഞ്ഞ മാസം മൃദുലയുടെ ഡെലിവറി ടൈം തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയാണ് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അതെ ഇപ്പൊ ഈ ഒരു ഇപ്പം എന്നുവെച്ചാൽ ഭയങ്കര മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഈ ഇടയായിട്ട് പ്രവീണിന്റെ വൈഫ് പ്രഗ്നന്റ് ആവുന്ന ടൈം പ്രവീണിന്റെ വൈഫിന്റെ കുറെ ഡീറ്റെയിലും കാര്യങ്ങളുമായിട്ടൊക്കെ കഴിഞ്ഞ മാസം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞ ഒരു വഴിയാണ്, നമ്മുടെ യൂട്യൂബേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ മാസം എങ്ങനെ പോയാലും ഞാനും അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം എങ്ങനെ പോയാലും ഒരു 80 ലക്ഷം, ഒരു 90 ലക്ഷം, ഒരു 100 ലക്ഷം, ഒരു ഒരു വൺ അടിപ്പിച്ചൊക്കെ എങ്ങനെ പോയാലും ഇവരുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ മാസം മാത്രം ഇട്ട വീഡിയോസിന് മാത്രമായിട്ട് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്സിനായിട്ട് സെപ്പറേറ്റ് വീഡിയോനും അതിന്റെ വ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാര്യം വെച്ച് ഇവർക്ക് കഴിഞ്ഞ മാസം നല്ല രീതിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജനറേറ്റ് ചെയ്ത ആ ഒരു റവന്യൂവിനെ പറ്റിയിട്ടുള്ള ഒരു ഇഷ്യൂലാണ് ഇവരുടെ ഫാമിലി ഇപ്പം വേർപിരിഞ്ഞിരിക്കുന്നതാണ് പല യൂട്യൂബേഴ്സും പല സോഷ്യൽ മീഡിയയിലും ഇപ്പം സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസം ഞാൻ ജസ്റ്റ് അപ്പോൾ അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അവർ വ്യൂസ് ഉണ്ട്, അവർക്ക് RPM ലെവൽ കൂടുതലാണ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ വെച്ച് നമ്മൾ യൂട്യൂബിന്റെ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ RPM ലെവൽ കൂടുമ്പോഴത്തേക്ക് 1 ലക്ഷം എങ്ങനെ പോയാലും 1 ലക്ഷം വ്യൂസിന് അവർക്കൊരു ഒരു $110 അടുപ്പിച്ച് അവർക്ക് കിട്ടും. ഒരു $110 വെച്ച് തന്നെ അവർക്ക് എങ്ങനെ പോയാലും ഒരു 18 ലക്ഷം രൂപ അടുപ്പിച്ച് ഒരു 15 ആവറേജ് ഒരു 15 ലക്ഷം രൂപ കഴിഞ്ഞ മാസം മാത്രം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവരെ ഷോർട്സ് വീഡിയോസിനും അതിനെല്ലാം സെപ്പറേറ്റ് വ്യൂസിന് ആ ഒരു മണി അവർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞ മാസം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് ആ ഒരു മാസത്തെ പൈസ ഇവർ വീട്ടിലൊന്നും കൊടുത്തില്ല. പ്രവീണിന്റെ അക്കൗണ്ടിലൊക്കെയാണ് പൈസ വരുന്നതെന്ന് ഇത് ഞാൻ പറയുന്നതല്ല, സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് വ്യക്തതപ്പെടുത്തുന്നു. അതിനുശേഷം ഇപ്പം വന്ന എക്സ്പ്ലനേഷൻ വീഡിയോന്റെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്തപ്പോഴത്തേക്ക് അത്രയും പൈസ കിട്ടിയപ്പോഴത്തേക്ക് ആ ഒരു പൈസയുടെ കാര്യമായിട്ട് അനിയനും ഫാമിലി അമ്മയെല്ലാം ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് വൈഫിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരെയല്ലേ, അപ്പോൾ അതിന് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ പൈസ ഇപ്പം തൽക്കാലം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് ഹോൾഡ് ചെയ്തത് പ്രവീണാണ്. പ്രവീണിന് അത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും വാട്ടർ ബ്രേക്കിംഗ് ആവുന്നു. ആ ഒരു കാരണങ്ങൾ കൊണ്ട് എന്തായാലും എസ്ഇറ്റിയിൽ വലിയ ചെലവും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു രീതിയിൽ പോയത് കൊണ്ട് ഇത്രയും പൈസ കിട്ടിയിട്ട് അനിയനും കൊടുത്തില്ല, അമ്മയ്ക്കും കൊടുത്തില്ല. ഈ പറയുന്ന പൈസ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച ഇതാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ ഷെയർ ചെയ്യാൻ പറ്റാത്തതിൽ 2 കുടുംബമായി പിരിഞ്ഞു. ഇപ്പോൾ വേറെ വാടകയ്ക്ക് വീടെടുക്കുവാനായിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എൻഡ് ഓഫ് ദ ഡേ അത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അനിയനാണ്. അപ്പം ഇതെന്ത് വന്നാലും അത് നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല, ഇതൊക്കെ മാറും, ജീവിതം പഴയ പോലെയൊക്കെ ആവും. ഞാനിപ്പോഴും കുറെ റെന്റൽ ഹൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ വണ്ടി എടുക്കുക, പോവുക, ഒരു 10-20 വീടൊക്കെ നോക്കുക, എന്നിട്ട് തിരിച്ച് വീട്ടിൽ ഇവിടെ വരിക, മൃദുലയെടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുക, എന്നിട്ട് പിന്നെ പിറ്റേന്ന് മൃദുലയായിട്ട് പോവുക വരിക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓട്ടപ്പാച്ചലിൻ്റെ ഇടയ്ക്ക് അത്രയും വിഷമത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ കമൻസും കൂടി വായിക്കുമ്പം മാനസികമായിട്ട് വളരെ താഴോട്ട് പോകും. അപ്പം ഇന്നും ഇപ്പം റെഡി ആയിട്ടിരിക്കുകയാണ് വീട് നോക്കാൻ പോകാനായിട്ട്. അപ്പോൾ പ്രവീണിന്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പ്രവീൺ പറയുന്നുണ്ട്, എൻഡ് ഓഫ് ദി ഡേ അത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അനിയനാണ്, അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാവും. ആ ഒരു കാര്യമാണ് പറയുന്നത്. എൻ്റെ വൈഫാണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നം എന്തായാലും പ്രശ്നമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ
ഒരിക്കലും അവരുടെ പേഴ്സണൽ കാര്യത്തിൽ അവർക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും പോയി ചെന്ന് കയറി നമ്മൾ എന്താണെന്ന് ചോദിക്കരുത്. പ്രവീൺ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളടുത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ആരും പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പ്രവീൺ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാന്നുള്ളത് അവരെല്ലാവരും പഴയതുപോലെ ഒരുമിച്ച് അവരുടെ ഫാമിലി വ്ളോഗ് കാര്യങ്ങളെല്ലാം ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. പിന്നെ പ്രവീൺ പറയുന്നുണ്ട്, വീട് വാടകയ്ക്ക് മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ, ജനിച്ച നാൾ മുതൽ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് ഒരു നാൾ വീണ്ടും വാടക വീട്ടിലോട്ട് പോകുന്ന ഒരു കാര്യമൊക്കെ പ്രവീൺ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അത് അനുഭവിച്ചൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി പരമായിട്ട് തന്നെ നിങ്ങൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്താ പറയാനാ, ഈ സോഷ്യൽ മീഡിയയിൽ ഈ ലക്ഷങ്ങളെ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ അതൊന്നും അല്ലാതെ ഇരിക്കട്ടെ. ആ ഒരു പൈസയാണ് നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ ലൈഫിൽ വന്ന പ്രോബ്ലം, നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂ ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ പുതുതായി വന്ന നിങ്ങളുടെ മരുമകളാണ് കാരണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും വീട്ടിലൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴക്കും കാര്യങ്ങളും ആയി അങ്ങനെ മാറിയതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പണം ഒരിക്കലും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വേർപിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരിക്കലും പണം ആവരുത് നമ്മുടെ വില്ലൻ എന്ന് പറയാൻ ഞാൻ ഇതിൽ ആഗ്രഹിക്കുന്നു. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഹേസൽ വ്ളോഗ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.